ഹായ്, ഇന്ന് സൺഡേ രാവിലെ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ഹോട്ടലിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരാൾ അവിടെ നനയ്ക്കുന്നുണ്ട്. അവിടെ നേരെ ഹോട്ടലിലെത്തിയിട്ട് നേരെ ഉള്ളിലേക്ക് ചെന്ന്, കാരണം നമ്മുടെ മെയിൻ സ്റ്റഫ് വന്നിട്ടുണ്ടെന്ന് കുക്കിംഗ് ചെയ്യുന്ന ആളെ, അതാണ് മെയിൻ ഹോട്ടലിൽ. അപ്പോൾ ആളവിടെ കട്ടിങ് ചെയ്തിട്ട് വിറക് കത്തിക്കുന്നുണ്ട്, സാധനങ്ങൾ റെഡിയാക്കുന്നുണ്ട്, വിറക് അടുപ്പ് കത്തിക്കുന്നുണ്ട്. ഇവിടെ വിറകടുപ്പാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാം. ഇവിടുത്തെ ചായ പറയുന്നത് നമ്മുടെ ഒരു ചെറിയ ക്ലാസ്സിലാണ്, അധികം കൂടുതൽ ചായ ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ചായ, നല്ല സ്ട്രോങ് ചായ. അങ്ങനെ ചായ കുടിച്ച പാട് ഇവിടുന്ന് തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടലിൽ തൊട്ട് പുറത്ത് തന്നെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഈ മല്ലിച്ചപ്പ്, പുതിന അങ്ങനെ ഐറ്റംസ് അവർ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് സാധനങ്ങൾ കുറച്ച് മേടിച്ചറിയുന്നത്. പിന്നെ നേരെ ചിക്കൻ കടയിൽ പോയാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ കോഴി മൊത്തം തരില്ല. ചിക്കൻ നമ്മൾ തൂക്കി മേടിക്കുക ഇവിടെ. അപ്പോൾ അത്യാവശ്യം ഞായറാഴ്ച അപ്പോൾ ചിക്കൻ ബിരിയാണിക്കും മറ്റുള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം ചിക്കൻ അത്യാവശ്യം വേണ്ടി വരും ഞായറാഴ്ച കാരണം. അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്ത് മേടിച്ച്, അപ്പോൾ നമ്മുടെ ആട്ടോ ഡ്രൈവർ നമ്മളെ കാത്തുക്കുന്നത്, അയാളടുത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, പലചരക്ക് സാധനങ്ങളും കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ വണ്ടിയിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകൾ കാണാം, ബെല്ലാരത്തെ മാർക്കറ്റിലെ കാഴ്ചകൾ. അവിടെ ഇങ്ങനെ ഞായറാഴ്ച കാരണം പല കാഴ്ചകളുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കിരാണി ഷോപ്പുണ്ട് ഇവിടെ, മാർവാടീസ്. അവർ കുറേ കാലമായി ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് അല്ലറച്ചില്ല കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ഹോട്ടലിൽ. മറ്റേ ഓയിലും കുറച്ച് കാര്യങ്ങളും മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാറ്, കുറേ കാലമായിട്ട് വരട്ട് തന്നെ മേടിക്കാറ്. അപ്പോൾ ആൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ വെക്കേഷനൊക്കെ ആയിട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് നാരങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ അയാളേക്കൊന്നൊരു 50 രൂപയ്ക്ക് നമ്മൾ നാരങ്ങ മേടിക്കും, ഹോട്ടലിലേക്ക് 50 രൂപ നാരങ്ങ മേടിക്കും. പിന്നെ അവിടെ നേരെ തിരിച്ച് മുട്ട മേടിക്കാൻ പോയതാണ്. അപ്പോൾ നല്ല ചൂടുള്ള പൂരി ഉണ്ടാക്കുന്നുണ്ട്, അടിപൊളി പൂരി, നല്ല ചൂടോടെ. ആൾക്കാർ ഇവിടെ നല്ല ചൂടോടെ കഴിക്കണം ഭക്ഷണം, എന്ത് ഫുഡും കഴിക്കും. അപ്പോൾ മുട്ട വയ്ക്കുന്ന ആളടുത്ത് വലിയ തിരക്കൊന്നുമില്ലെന്ന്. അപ്പോൾ ആൾ അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ആളുണ്ടാവും. ആളിപ്പോൾ തിരക്കൊന്നുമില്ലാത്ത കാരണം നമുക്ക് വേഗം തന്ന്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് നല്ല മീൻ ഉണ്ടായിരുന്നു, ഫിഷ്. ഞായറാഴ്ച കാരണം എന്തായാലും ഒരു 1.5 കിലോ ഫിഷ് മേടിച്ച് സ്റ്റാഫിന് കൊടുക്കണം. നമുക്ക് ഇതിൽ കറി ഉണ്ടാക്കാൻ എനിക്ക് വല്ല ഐഡിയ ഇല്ല, അതുകൊണ്ട് നീളത്തിൽ പീസാക്കിയിട്ട് അത് എന്തായാലും ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്യാച്ചിട്ട് കുറച്ച് മസാല തേച്ച്. പിന്നെ നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, അതെങ്ങനെയാണ് മസാല അതിനെ പറ്റിയിട്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ ഫിഷിൻ്റെ ഐറ്റംസ് കുറവാണല്ലോ, അപ്പോൾ നന്നായി വറുത്ത്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് നല്ല ഫിഷ് ഫ്രൈയും ദാൽ ഫ്രൈയും ചോറും പപ്പടം അച്ചാറും പിന്നെ ഒരു പല്ലി എന്നൊരു സ്പെഷ്യൽ സാധനമാണ് പല്ലി.